ഒരു തവണ മാത്രം കിട്ടുന്ന ജന്മം, എത്ര നാളെന്നറിയാത്ത ജീവിതം, കാത്തിരിപ്പുണ്ട് മരണം, രോഗാണുക്കളായി, കടൽ തിരമാലകളായി, മോട്ടോർ വാഹനങ്ങളായി. അതിനിടയിൽ എന്തിനാണ് വെറുപ്പ്, കലഹം, പിണക്കം? എത്ര മനോഹരം! ഈ ക്ഷണികമായ ജീവിതത്തിൽ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ആ വെള്ളപ്പൊക്കത്തിലെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രളയത്തിലെ സംഭവങ്ങൾ അറിയാൻ വേണ്ടി, വാർത്ത അറിയാൻ വേണ്ടി വെറുതെ ടി വി ചാനലുകൾ മാറി മാറി കണ്ടപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്ന ഒരു ചലച്ചിത്രത്തിൻ്റെ ഭാഗം. നമ്മുടെയൊക്കെ ജീവിതവും ജന്മവും എത്ര നിസ്സാരങ്ങളാണ് എന്ന് തോന്നാൻ എനിക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വാർത്തയും ഈ സീനും, ഈ ചലച്ചിത്രത്തിലെ സീനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് അവസാനം വരെ കാണുക. 2005 രഞ്ജിത്ത് രചനയും സംവിധാനവും ചെയ്ത ഒരു ചലച്ചിത്രമാണ് ചന്ദ്രോത്സവം. 6 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്കെത്തിയ ശ്രീഹരി എന്ന ചെറുപ്പക്കാരൻ്റെ സുഹൃത്ത് ബന്ധങ്ങളും നഷ്ടപ്രണയവും എല്ലാം നമ്മുടെ മുന്നിലേക്ക് നല്ല മനോഹരമായി അവതരിപ്പിച്ച ഒരു ചലച്ചിത്രം ചന്ദ്രോത്സവം. നമ്മുടെയൊക്കെ അഹങ്കാരമായ മോഹൻലാൽ തകർത്താൻ അഭിനയിച്ച ഒരു ചലച്ചിത്രം. ഒരു തവണ മാത്രം കിട്ടുന്ന ജന്മം, എത്ര നാളെന്നറിയാത്ത ജീവിതം, കാത്തിരിപ്പുണ്ട് മരണം, രോഗാണുക്കളായി, മോട്ടോർ വാഹനങ്ങളായി, കടൽ തിരകളായി. അതിനിടയിൽ എന്തിനാണ് കലഹം, പിണക്കം, വെറുപ്പ്? വലിയ ആളായിപ്പോയി, വലിയ കാര്യങ്ങൾ പറയുന്ന ആളായി. ഇല്ല, മനുഷ്യബന്ധങ്ങളുടെ ആഴവും ജീവിതത്തിൻ്റെ നശ്വരതയും ഇത്രമേൽ മനോഹരമായി ആവിഷ്കരിച്ച ചലച്ചിത്ര സന്ദർഭങ്ങൾ വളരെ വിരളമാണ്. ചന്ദ്രോത്സവം എന്ന ചലച്ചിത്രത്തിൽ രഞ്ജിത്തിൻ്റെ തൂലികയിൽ കൂടി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ലാലേട്ടൻ ആ പറഞ്ഞു വെച്ച ഡയലോഗുകൾ, അതിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കുന്ന, നമ്മൾ ഓരോരുത്തരും ദിവസേന മറന്നു പോകുന്ന ഒരു കൈപ്പേറിയ സത്യം തന്നെയാണ് ഈ ഡയലോഗുകൾ. നമുക്ക് മുന്നിലുള്ളത് ഒരേ ഒരു ജീവിതമാണ്. അത് എത്ര നാൾ എന്ന് പ്രവചിക്കാൻ ഒരു ജ്യോതിഷത്തിനോ ഒരു ശാസ്ത്രത്തിനോ, എന്തിനേറെ നമുക്ക് പോലുമോ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. അടുത്ത നിമിഷം, അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പോലും അറിയാത്ത ഒരു ജീവിതയാത്രയിലെ ആ പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. നമ്മുടെ ഓരോ ചുവടുവെപ്പിനപ്പുറത്ത് എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ നമ്മളുടെ ഈ കഴിവുകളോ നമ്മളുടെ ഈ ശാസ്ത്രത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക യുഗത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഭാവിയിൽ നമ്മൾ ചെയ്തേക്കാവുന്ന നമ്മുടെ പദ്ധതികൾ നമ്മൾ ഇപ്പോഴേ ആവിഷ്കരിച്ച് വെച്ചേക്കുകയാണ്. ഈ ആവിഷ്കരിച്ച് വെച്ചേക്കുന്ന പദ്ധതികൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നതിലപ്പുറം, ഇന്ന് ഈ നിമിഷത്തിനപ്പുറം എന്ത് നടക്കുമെന്ന് പോലും നമ്മൾക്ക് മുൻകൂട്ടി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം എന്ന ആ ഒരു വസ്തുതയെ നമ്മൾക്ക് സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന വെറും നിസ്സാര ജീവികൾ മാത്രമാണ് നമ്മൾ. മരണമെന്ന സത്യം ഏതു നിമിഷവും ഏതു രൂപത്തിലും നമ്മളെ തേടി വരുന്ന ആ നമ്മൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന ആ രോഗാണുവിൻ്റെ രൂപത്തിൽ, ഏതു നിമിഷവും പാഞ്ഞെടുക്കാവുന്ന ഒരു മോട്ടോർ വാഹനത്തിൻ്റെ രൂപത്തിൽ, ആഴമേറിയ കടൽ തിരമാലകളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഈ പെയ്തു തുടങ്ങിയ ചെറിയ ചാറ്റൽ മഴയുടെ രൂപത്തിൽ, നാളെ പേമാരിയായി മാറാവുന്ന, നാളെ കൊടുങ്കാറ്റായി മാറിയേക്കാവുന്ന ഇപ്പോഴത്തെ ആ ചാറ്റൽ മഴയും മന്ദമാരുതനും പോലും നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കി തരാൻ പറ്റുകയില്ല ഇനി എന്താണ് അടുത്ത നിമിഷം ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമ്മൾക്ക് കാണാം, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കലഹിക്കുന്നത്, വഴക്കിടുന്നത്, ആക്രമിക്കപ്പെടുന്നത്, കൊലപാതകങ്ങൾ ചെയ്യുന്നത്, മോഷ്ടിക്കുന്നത്. ഇതെല്ലാം നിസ്സാരമായ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഈ അഹങ്കാരവും പിണക്കവും ധനവും കൊണ്ടുള്ള
ആ ഒരു വൈകൃതം നമ്മുടെ മനസ്സിനെ പിടിച്ചു മുറുക്കിയിരിക്കുകയാണ്. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത ഈ ലോകത്ത് നമ്മൾ നമ്മുടെ എതിരെ നിൽക്കുന്നവനോടുള്ള പക ഭദ്രമായി തന്നെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. എന്ത് വിരോധാഭാസമാണത്! ഈ ആയുസ്സിനിടയ്ക്ക് എന്തിനാണ് നമ്മൾ ഇത്രയും പകയും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിൽ പേറി നടക്കുന്നത്? ആ ഭാരവും ചുമന്ന് ഇപ്പോൾ അവസാനിച്ചേക്കാവുന്ന ഈ ജീവിതയാത്ര നമ്മൾ ആ ഭാരവും ചുമന്ന് കൈകാലുകൾ കുഴഞ്ഞ് എന്തിനാണ് നടക്കുന്നത്? ഞാനെന്ന ഭാവം കൊണ്ടും ഈ അഹങ്കാരം കൊണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇന്ന് ഈ നിമിഷമുള്ള ആ സുന്ദരമായ, ആ മനോഹരമായ, നമ്മൾക്ക് ജീവിച്ചേക്കാൻ ദൈവം തന്ന ആ ഒരവസരത്തെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. മരണത്തിൻ്റെ ആ കൈകൾ ചിലപ്പോൾ നമ്മളെ പിടിമുറുക്കാൻ നേരമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അന്ന് അവനോട് മാപ്പ് ചോദിക്കേണ്ടതായിരുന്നു, അന്ന് അവനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കേണ്ടതായിരുന്നു, അന്ന് അവൻ്റെ കൈകളിൽ ഞാനൊരു ഉമ്മ കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ. അപ്പോഴേക്കും ചിലപ്പോൾ കാലവും സമയവും സന്ദർഭവും എല്ലാം നമ്മളിൽ നിന്നും കൈവിട്ടു പോയെന്ന് വരും. മരണമെന്ന സത്യം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ നിമിഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പിണക്കമോ ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ അത് പൊറുക്കാനും സഹിക്കാനും അവനോട് മാപ്പ് ചോദിക്കാനും അവൻ്റെ കൈകളൊന്ന് ചേർത്ത് പിടിക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നട്ടെ. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ ഒരു ചെറിയ മനസ്സ് മതി. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഒരു വലിയ ഹൃദയം തന്നെ വേണം. ആ ഹൃദയമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഹൃദയമാണ് നമ്മൾ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മൾ നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂട്ടുകാരോട്, ബന്ധുക്കളോട്, മാതാപിതാക്കളോട് എല്ലാം കാണിച്ച ആ കാരുണ്യവും സ്നേഹവും സഹായങ്ങളും ഒക്കെയാണ്. അല്ലാതെ ഇപ്പോഴുള്ള ആ പണമോ പ്രതാപമോ അല്ലെങ്കിൽ അഹങ്കാരമോ അഹമ്മതിയോ ഒന്നും നമ്മൾ എങ്ങും കൊണ്ടുപോയില്ല. അതെല്ലാം മനുഷ്യൻ പുച്ഛത്തോടെ സംസാരിക്കും നമ്മളെക്കുറിച്ച്. അവൻ എത്ര അഹങ്കാരിയായിരുന്നു, അല്ലെങ്കിൽ അവൻ എത്ര നല്ലവനായിരുന്നു. ഈ രണ്ട് വാക്കുകൾ പറയുമ്പോൾ ആ മനുഷ്യരുടെ മുഖത്തുള്ള ആ ഭാവമാറ്റം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച്. ഞാൻ നിങ്ങളെപ്പോലെയുമല്ല. ഞാൻ സാധാരണക്കാരിൽ നിന്ന് ഒരുപാട് സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. തെറ്റുകളും കുറ്റങ്ങളും വറ്റാത്ത സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെയുള്ള ഒരു സാധാരണയായ ഒരു മനുഷ്യൻ. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരോടും എനിക്ക് വെറുപ്പില്ല, ഒരു തരിമ്പ് പോലും ദേഷ്യവുമില്ല. നാളെ അല്ലെങ്കിൽ ഇന്ന് ഈ ജീവിതത്തിൽ നിന്നും ഞാൻ പോയാൽ, ഞാൻ മരിച്ചു പോയാൽ, എന്നെ ഓർക്കുന്നവരുടെ മനസ്സിൽ ഒരു തണുത്ത സ്നേഹമായി, ഒരു നോവായി നിറഞ്ഞു നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹമാണ് നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാലും ഈ ലോകത്ത് നമ്മുടെ ഈ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത നിമിഷം നമ്മളെ പെട്ടെന്ന് പിടിമുറുക്കിയേക്കാവുന്ന ആ മരണത്തെക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും കരുണയോടെ നോക്കാനും സാധിക്കട്ടെ. ഒരു കരുണ പറ്റാത്ത ഹൃദയം നിങ്ങളുടെ ഉള്ളിലും തനിയേ മുളച്ചു വരട്ടെ. അതിന് ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി.